എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മെയ് മാസത്തിലെ 20 മുതൽ 31 വരെയുള്ള തീയതികളിലെ ഏതാനും ചില ആനുകാലിക ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സർക്കാർ ഭൂമിയിലെ അനധികൃത ആരാധനാലയങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഹൈക്കോടതി. കേരള ഹൈക്കോടതി. സർക്കാർ ഭൂമിയിലെ അനധികൃത ആരാധനാലയങ്ങൾ നീക്കം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത ഹൈക്കോടതി. കേരള ഹൈക്കോടതി. കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകമായി തിരഞ്ഞെടുത്തത്. മണികർണിക. കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകമായി തിരഞ്ഞെടുത്തത് മണികർണിക. 5ാം തവണയും റഷ്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെ? വ്ളാഡിമിർ പുടിൻ. 5ാം തവണയും റഷ്യൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെ? വ്ളാഡിമിർ പുടിൻ. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനം. മെയ് 25. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനം. മെയ് 25. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് വേദി. ബ്രസീൽ. 2027 ഫിഫ വനിതാ വേൾഡ് കപ്പ് വേദി. ബ്രസീൽ. ജൂൺ മാസം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം. കേരളം. ജൂൺ മാസം മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഇ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം. കേരളം. തെലങ്കാനയുടെ സംസ്ഥാന ഗീതമായി ജയ 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 ഹേ തെലങ്കാന എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് ആര്? എം കീരവാണി. തെലങ്കാനയുടെ സംസ്ഥാന ഗീതമായി ജയ ജയ ഹേ തെലങ്കാന എന്ന ഗാനം ചിട്ടപ്പെടുത്തിയത് ആര്? എം കീരവാണി. ലഹരി ഉപയോഗം തടയുന്നതിനായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. നേർവഴി. ലഹരി ഉപയോഗം തടയുന്നതിനായി വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. നേർവഴി. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ഫലോഡി ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയ ഫലോഡി ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. അന്തരിച്ച റിച്ചാർഡ് ഷർമൻ ഏത് മേഖലയുമായി പ്രശസ്തനായിരുന്നു? സംഗീതം. അന്തരിച്ച റിച്ചാർഡ് ഷർമൻ ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സംഗീതം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച്. മൈക്കൽ സ്റ്റാറെ. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് മൈക്കൽ സ്റ്റാറെ. സംസ്ഥാന സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതി. സ്പ്ലാഷ്. സംസ്ഥാന സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതി സ്പ്ലാഷ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.